ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയും സന്ധ്യയും കൂടി ഹരിഹരന്റെ വണ്ടിയുടെ പിന്നാലെ പോകുന്നതാണ്. എന്നാൽ പെട്ടെന്നൊരു വണ്ടി കുറുകെ കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഹരിഹരന്റെ പിന്നാലെ പോകാൻ സാധിക്കുന്നില്ല. തുടർന്ന് അർച്ചന പറയുകയാണ്, ഡോക്ടറെ, ഇനി പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അന്വേഷണമൊക്കെ പിന്നീടാക്കാം. നേരം ഇത്രയുമായില്ലേ, ഇനി നമുക്ക് തിരിച്ചു പോകാമെന്ന് അർച്ചന പറയുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് ഡോക്ടറും. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഓർഫനേജിലേക്കുള്ള ഈ മാസത്തെ പണമൊന്നും കൊടുക്കണ്ടെന്നും ഇപ്പൊ സേതുമാധവൻ ഒരു കാര്യങ്ങളിലും ഇടപെടാത്തതുകൊണ്ട് അല്പം അട്ടിമറിയൊക്കെ നടത്താമെന്നും പറ്റുന്നിടത്ത് നിന്നൊക്കെ കാശ് വലിച്ചോളാനും അവന്തിക തന്റെ മാനേജറെ വിളിച്ച് പറയുകയാണ്. നിനക്കൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും അവന്തിക അയാൾക്ക് ഗ്യാരണ്ടി നൽകുന്നു. അതേസമയമാണ് അർച്ചന അങ്ങോട്ടേക്ക് വരുന്നത്. തുടർന്ന് അർച്ചനയെ പിടിച്ച് ചോദ്യം ചെയ്യുകയാണ് അവന്തിക. നീ ഇത്രയും നേരം എവിടെ ആയിരുന്നെന്നും 6 മണിക്കുള്ളിൽ വീട്ടിൽ കയറിക്കോണം എന്നൊക്കെ അവന്തിക അർച്ചനയോട് പറയുകയാണ്. നിന്റെ തോന്നിവാസങ്ങളൊന്നും ഇവിടെ പറ്റില്ല, ഞാനത് സമ്മതിച്ചു തരില്ലെന്നും അവന്തിക പറയുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, അതിന് നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ഞാൻ എവിടെ പോകുന്നെന്നും എപ്പോൾ വരുന്നെന്നുമൊക്കെ എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും പേടിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. അതൊന്നും ഇവിടെ പറ്റില്ലെന്നും നീ എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നെന്നൊക്കെ പറഞ്ഞിട്ട് വേണം പോകാനെന്നും അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, എനിക്ക് മനസ്സിലെങ്കിലോ, നിങ്ങൾ എവിടെ പോകുന്നെന്നും ആരെയൊക്കെ കാണുന്നെന്നൊന്നും ഞങ്ങളോട് പറയുന്നില്ലല്ലോ. എന്നെ പോലെയാണോ നീയെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, പിന്നല്ലാതെ നിങ്ങൾക്കെന്താ രണ്ട് കൊമ്പുണ്ടോ? മൂത്ത ചേട്ടത്തി എന്നൊക്കെ പറയുമ്പോഴേ ഇവിടെ പലരുടെയും മുട്ടിടിക്കുമായിരിക്കും. പക്ഷേ അർച്ചന ആ കൂട്ടത്തി കൂട്ടണ്ട. ഞാനും മുട്ടിടിച്ചു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തന്നും നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിച്ചും കഴിഞ്ഞൊരു കാലം. അത് എങ്ങനെയാ എപ്പോഴാ മാറിയതെന്നൊക്കെ നിങ്ങൾക്ക് നന്നായി അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ട് മറ്റുള്ളവരെ ഭരിക്കുന്നത് പോലെ എന്നെ ഭരിക്കാൻ നിങ്ങൾ വരണ്ട. പിന്നെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. എന്നെ ശാസിക്കാനും എന്നെ ചോദ്യം ചെയ്യാനുമൊക്കെ എൻ്റെ ഭർത്താവ് ഇവിടെയുണ്ട്. നേരം ഇത്രയായിട്ടും നിങ്ങളെന്താ ഉറങ്ങാത്തത് എന്ന് ഞാൻ ചോദിച്ചാൽ എന്നോട് ഉത്തരം പറയേണ്ട ബാധ്യത നിങ്ങൾക്കില്ലാത്തിടത്തോളം നിങ്ങളോട് ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കുമില്ല. കിട്ടുന്ന സമയം നല്ലപോലെ ഉറങ്ങാൻ നോക്ക്. ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ പോക്കെങ്കിലേ ഇനി നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. ഇതൊക്കെ കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ്. അങ്ങനെ അർച്ചന അകത്തേക്ക് കയറുമ്പോൾ അർച്ചനയുടെ പിന്നാലെ തന്നെ അവന്തികയും അകത്തേക്ക് കയറുന്നു. അതേസമയം മീരയുടെ നടുവിന് മരുന്നിട്ട് കൊടുക്കുകയായിരുന്നു ആതിര. എന്താ ഏട്ടത്തി, എന്താ പറ്റിയതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒരു ചവിട്ടിയിൽ തെന്നി വീണതാണെന്ന് മീര പറയുന്നു. എന്താ ഏട്ടത്തി, സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ? എന്നെ നോക്കാൻ വന്നിട്ട് ഞാനിപ്പോ ഏട്ടത്തിയെ നോക്കേണ്ട സ്ഥിതിയായെന്ന് ആതിര പറയുമ്പോൾ മീര പറയുകയാണ്, ഞാൻ നോക്കിയൊക്കെ തന്നെയാ നടന്നത്. ഇത്രയും നാളും ഇല്ലാതിരുന്നത് ചവിട്ടി ഈ സ്റ്റെപ്പില് ആരാ കൊണ്ടിട്ടതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. എന്നെ വീഴ്ത്താൻ ആരോ മനഃപൂർവ്വം കൊണ്ടിട്ടതാണെന്ന് മീര പറയുമ്പോൾ ആതിര പറയുകയാണ്, എന്റെ ചേച്ചി, കുറെ നേരമായി ഇത് തുടങ്ങിയിട്ട്. അവന്തി കേട്ടത്തിയോ അനഘയോ മീരേട്ടത്തിയെ മനഃപൂർവ്വം വീഴ്ത്താനായി കൊണ്ടിട്ടെന്നാ പറയുന്നത്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, അവരെന്ത് കരുതിയാലും ഒരു കുഴപ്പവുമില്ല. ഏട്ടത്തിയുടെ സംശയം ഉള്ളത് തന്നെയാ. വീഴാൻ വേണ്ടി മനഃപൂർവ്വം തന്നെയാ ചവിട്ടി അവിടെ കൊണ്ടിട്ടത്. പക്ഷെ അത് ഏട്ടത്തിക്ക് വീഴാൻ ഉള്ളതല്ലായിരുന്നു. ആതിര ഇറങ്ങി വരുമ്പോൾ അത് ഈ ചവിട്ടി താഴെ വീഴണം. അങ്ങനെ കുഞ്ഞിന് ആപത്തുണ്ടാകണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ വീട്ടിൽ ജീവിക്കണമെങ്കിലേ അല്പം സാഹസികതയൊക്കെ അറിഞ്ഞിരിക്കണം. ആകാശവും ഭൂമിയും നോക്കി ശ്രദ്ധിച്ചു നടന്നില്ലെങ്കിലേ ഇതേപോലെ പലതും പറ്റിയെന്നിരിക്കും. ഇത് കേൾക്കുന്ന മീര പറയുകയാണ്, ചുരുക്കി പറഞ്ഞാൽ ഏത് നിമിഷവും എന്തും സംഭവിക്കും എന്ന രീതി വേണം ഇവിടെ ജീവിക്കാൻ. അതെ, അങ്ങനെ തന്നെയാ. അവന്തികേട്ടത്തെയും അനഘയും പുറമേ സ്നേഹം കാണിക്കുമെങ്കിലും അകത്ത് നല്ല വിദ്വേഷമുണ്ട്. ഇവിടെ എല്ലാവരും സ്വപ്നം കാണുന്ന നിന്റെ കുഞ്ഞ് ജനിക്കാതിരിക്കും അവര് പലതും ചെയ്തെന്നിരിക്കും. ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ്, നമ്മുടെ വീട്ടുകാരുമായി പിണക്കത്തിലല്ലായിരുന്നെങ്കിൽ അവിടെ പോയി നിൽക്കായിരുന്നു. ഇത് കേൾക്കുന്ന മീര പറയുകയാണ്, അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഇതേ നിന്റെ വീടും കൂടിയാ. തുടർന്ന് മീര പറയുകയാണ്, എന്താണെങ്കിലും എനിക്കിങ്ങനെ ഒരു പണി തന്നതിന് അവർക്കിട്ട് ഞാൻ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ഏട്ടത്തിക്ക് കിട്ടിയ പോലെ ഒരു പണി തിരിച്ചു കൊടുത്താലോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ നല്ല അടാറ് പണി തന്നെ കൊടുക്കണമെന്ന് മീരയും പറയുന്നു. ഏട്ടത്തി, ആ ചവിട്ടി എവിടെയാ കൊണ്ടിട്ടത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് പുറത്ത് കാണുമെന്ന് മീര പറയുന്നു. അങ്ങനെ ആ ചവിട്ടിയും എടുത്തുകൊണ്ട് അകത്തേക്ക് വരികയാണ് അർച്ചന. തുടർന്ന് അവന്തികയുടെ മുറിയുടെ വാതിൽക്കലേക്ക് ആ ചവിട്ടി കൊണ്ടിടുകയാണ് അർച്ചന. ഇതുവെല്ലാം നടക്കുമോ എന്ന് മീര ചോദിക്കുമ്പോൾ നോക്കാം, നടന്നില്ലെങ്കിൽ വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞ് അർച്ചന മുറിയിലേക്ക് പോകുന്നു. സമയം സച്ചി മുറിയിലുണ്ടായിരുന്നു. സച്ചി അല്പം ഗൗരവം കാണിച്ചിരിക്കുമ്പോൾ താമസിച്ചു വന്നതിന് പിണങ്ങിയിരിക്കുകയായിരിക്കുന്നെന്ന് അർച്ചന കരുതുന്നു. അത് പിന്നെ സന്ധ്യ ഡോക്ടറുടെ കൂടെ എവിടെ പോയാലും അങ്ങനെയാ, സംസാരിച്ച് പിടിച്ചിരുത്തുമെന്നൊക്കെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, എടോ, പെൺകുട്ടികൾ 6 മണിക്ക് വീട്ടിൽ കയറണം എന്ന സ്വഭാവമുള്ള മൂരാച്ചി ഭർത്താവൊന്നുമല്ല ഞാൻ. തന്റേതായ സ്വാതന്ത്ര്യം ഈ വീട്ടിലുണ്ട്. താൻ കാരണം ആരുടെയും മനസമാധാനം നഷ്ടപ്പെടാതിരുന്നാൽ മാത്രം മതി. ഇല്ല സച്ചിയേട്ടാ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നാളെയും കൂടി എനിക്കൊന്ന് പുറത്തു പോകണം.
അന്വേഷിക്കുന്ന കാര്യം കണ്ടെത്താൻ സാധിച്ചാൽ ഈ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷം തരുന്ന ഒന്നായിരിക്കും അത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുമാധവനും സച്ചിയും കൂടി കമ്പനിയിലെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം അവന്തിക ഇതുവരെ മുറിയിൽ നിന്നും എന്താ ഇറങ്ങാത്തതെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് മീര. അതേസമയം അവന്തിക കതക് തുറന്ന് പുറത്തേക്ക് വരികയും ചവിട്ടിയിൽ തെന്നി നടുവടിച്ച് താഴെ വീഴുകയും ചെയ്യുന്നു. ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓടിച്ചെന്ന് അവന്തികയെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇതാരാ ഇവിടെ കൊണ്ടുവന്നിട്ടതെന്ന് അവന്തിക ചോദിക്കുന്നു. അതേസമയം ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അർച്ചനയും ആതിരയും മീരയും. തുടർന്ന് മീര പറയുകയാണ്, ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ആരാ വാങ്ങുന്നത്? ഇവിടെ ഒരു ഗർഭിണി ഉള്ളതല്ലേ? ഇങ്ങനെ ചവിട്ടിയാലേ തെന്നിപ്പോകുന്ന സാധനമായത്. ഇത് വാങ്ങിയത് ഞാനാണെന്ന് അവന്തിക പറയുമ്പോ യോ, എന്നിട്ട് അവന്തികയ്ക്ക് നല്ല അടി തന്നെയാണല്ലോ കിട്ടിയത്. ഒന്ന് നടന്നു നോക്കാൻ മീര പറയുമ്പോ അവന്തികയ്ക്ക് വേദന കാരണം നടക്കാനേ സാധിക്കുന്നില്ല. ആസ്ഥാനത്ത് എവിടെയോ അടി കിട്ടിയിട്ടുണ്ട്, അതാ നടക്കാൻ പറ്റാത്തത് എന്ന് മീര പറയുമ്പോ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ സേതുവും പറയുന്നു. അങ്ങനെ അവന്തികയും കൊണ്ട് സച്ചിയും അനഘയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അതേസമയം സന്തോഷത്തോടെ നിൽക്കുകയാണ് ആതിരയും അർച്ചനയും മീരയും. വീട് കാണിക്കുന്നത് സന്ധ്യ അർച്ചനയെ കാത്തുന്നതാണ്. അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് വരുന്നു. ഇനി എന്താ പ്ലാൻ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ആ ഹരി എന്ന ആളുടെ വീടിന്റെ അഡ്രസ് ഇപ്പോൾ നമുക്കറിയാലോ. നമുക്ക് ആ വീടിന്റെ അടുത്ത് പോകണം. അയാൾ പുറത്തു പോകുന്ന തക്കം നോക്കി വീട്ടില് നന്ദേട്ടനുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ നന്ദേട്ടനെ രക്ഷപ്പെടുത്തുകയും വേണം. അത്രയും പറഞ്ഞ് അവരവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങിയെത്തിയിരിക്കുകയാണ് അവന്തികയും സച്ചി. എന്താണെങ്കിലും എവിടെയും പോകേണ്ടതും ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനും പറഞ്ഞ് സേതു മുറിയിലേക്ക് പോകുന്നു. അവന്തികെ, അർച്ചന പോകാൻ നേരം ഒരു കുഴമ്പിന്റെ കാര്യം പറഞ്ഞാ പോയത്. ഉഴുന്ന് പൊടിയും മുട്ടയുടെ വെള്ളയും ചേർത്തിട്ട് എടുക്കട്ടെ ഒന്നും വേണ്ടെന്ന് അവന്തിക പറയുമ്പോ എന്നാലേ ഞാൻ ആ മുട്ട വെച്ച് ബുൾസൈ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മീര അടുക്കളയിലേക്ക് പോകുന്നു. സമയം അനഘ അവന്തികയോട് പറയുകയാണ്, ഇത് അർച്ചന ചേച്ചിക്ക് മനഃപൂർവ്വം തന്ന പണിയാണ്. ഈയിടെയായിട്ട് അവള് രാവിലെ പോയാൽ തോന്നുമ്പോഴാ കയറി വരുന്നത്. മനഃപൂർവ്വം കിടത്താൻ വേണ്ടി ഒപ്പിച്ചതാന്നാ എനിക്ക് തോന്നുന്നത്. കേൾക്കുന്ന അവന്തിക അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.